ഭൂമിയിൽ മനുഷ്യരുടെ നോട്ടമെത്തുന്നതിനും വളരെ അകലെ ചില സ്ഥലങ്ങളുണ്ട്. നമ്മൾ വായിച്ചറിഞ്ഞ, സ്വപ്നം കണ്ട, എന്നാൽ ഒരിക്കലും നേരിൽ കാണുമെന്ന് വിശ്വസിക്കാത്ത സ്ഥലങ്ങൾ. അന്റാർട്ടിക്ക അതിലൊന്നാണ്. അതിരുകളില്ലാത്ത ഭൂമി, നഗരങ്ങളില്ലാത്ത ഇടം, സ്ഥിരമായ മനുഷ്യവാസമോ സിവിലൈസേഷനുകളോ ഇല്ലാത്ത ഭൂഖണ്ഡം. ഭൂമി തണുത്തുറഞ്ഞ കാലം മുതൽ പൊഴിഞ്ഞ മഞ്ഞും ചരിത്രാതീത കാലം മുതൽ വീശുന്ന കാറ്റും അനാദിയായ നിശബ്ദതയും എല്ലാത്തിനും സാക്ഷിയായ കാലവുമാണ് അവിടെ ഭരണം നടത്തുന്നത്. ഇന്ന് അവിടേക്കാണ് യാത്ര. അർജന്റീനയിലെ ഉഷുവയയിൽ നിന്നുള്ള അന്റാർട്ടിക്ക ക്രൂയിസ് ചെലവേറിയതാണ്. കൊച്ചിയിൽ നിന്നും പുറപ്പെടുന്ന ഒരു അന്റാർട്ടിക്കൻ ക്രൂയിസിന് അർജന്റീനയിലേക്കുള്ള വിമാന ടിക്കറ്റുകൾ ഉൾപ്പെടെ 12 ലക്ഷം രൂപ മുതൽ 35 ലക്ഷം രൂപ വരെ ചിലവ് വരും. അർജന്റീനയിലേക്കുള്ള വിസ നിർബന്ധം. അന്റാർട്ടിക്ക ലാൻഡിങ്ങിനുള്ള അനുമതികളെല്ലാം ക്രൂയിസ് പാക്കേജിൽ ഉൾപ്പെടുന്നതാണ്. എല്ലാ വർഷവും ഒക്ടോബർ മുതൽ മാർച്ച് വരെയാണ് അന്റാർട്ടിക്ക എക്സ്പെഡീഷൻ സീസൺ. ടിക്കറ്റുകൾ 6 മാസം മുമ്പെങ്കിലും ഉറപ്പാക്കണം. ഇത്തരം ക്രൂയിസുകൾ നടത്തുന്ന ചില കമ്പനികളുടെ ലിങ്കുകൾ ഡിസ്ക്രിപ്ഷനിൽ നൽകാം. ഇതിനു പുറമെ കൊച്ചിയിൽ വില്ലിംഗ്ടൺ പോർട്ട് ഹോസ്പിറ്റലിൽ നിന്നും മഞ്ഞപ്പനിക്കുള്ള വാക്സിനും എടുക്കണം. ചെറിയ കപ്പലുകളാണ് തിരഞ്ഞെടുക്കുന്നതെങ്കിൽ സൗകര്യങ്ങൾ പരിമിതമായിരിക്കും. ഒരു ക്യാബിൻ 2-3 പേർ ഷെയർ ചെയ്യേണ്ടി വരും. വലിയ ക്രൂയിസ് പാക്കേജുകളാണെങ്കിൽ അത്യാവശ്യം ഒരു ആഡംബര ക്രൂയിസിലെ സൗകര്യങ്ങൾ ഉണ്ടായിരിക്കും. ഇവ തമ്മിൽ ചിലവിൻ്റെ കാര്യത്തിലും വലിയ അന്തരമുണ്ട്. അന്റാർട്ടിക്കയിലേക്കുള്ള മിക്ക യാത്രകളും തുടങ്ങുന്നത് ലോകത്തിന്റെ തെക്കേയറ്റത്തെ അവസാന സിവിലൈസേഷനായ ഉഷുവയ്യ എന്ന ചെറുപട്ടണത്തിൽ നിന്നാണ്. അർജന്റീനയിലെ ഉഷുവയ്യ അന്റാർട്ടിക്കയുടെ തന്നെ മിനി പതിപ്പാണ്. തണുത്തുറഞ്ഞുപോയ സ്ഥലം. ഈ വീഡിയോയിൽ ഉഷുവയ്യയിൽ നിന്നുള്ള ഒരു അന്റാർട്ടിക്ക ക്രൂയിസിന്റെ പൂർണ്ണമായ അനുഭവമാണ് പകർന്നു നൽകുന്നത്. ഭൂമിയിലെ ഏറ്റവും അപകടകാരിയായ കടൽ മുറിച്ചു കടക്കുന്നത് മുതൽ മനുഷ്യരാശിക്ക് അറിയാവുന്നതിൽ വെച്ച് ഏറ്റവും തണുപ്പുള്ളതും വരണ്ടതും വലിയ കാറ്റുകളുമുള്ള ഭൂഖണ്ഡത്തിൽ കാലുകുത്തുന്നത് വരെ. എൽ ഫിൻ ഡെൽ മുണ്ടോ, ലോകത്തിന്റെ അവസാനം. ഉഷുവയ്യ അഭിമാനപൂർവ്വം സ്വയം വിശേഷിപ്പിക്കുന്നത് ഇങ്ങനെയാണ്: ഒരു വശത്ത് മാർഷൽ മൗണ്ടൻസും മറുവശത്ത് ബീഗിൾ ചാനലും അതിര് തീർക്കുന്ന ശാന്തമായ ഈ പാറ്റഗോണിയൻ നഗരത്തിൽ നിന്ന് നൂറ്റാണ്ടുകളായി പര്യവേക്ഷകർ, ശാസ്ത്രജ്ഞർ, സാഹസികർ എന്നിവർ അജ്ഞാത ഭൂമികകൾ തേടി യാത്ര തിരിച്ചിട്ടുണ്ട്. ഇന്ന് അന്റാർട്ടിക്കയിലേക്കുള്ള പ്രധാന ഗേറ്റ്വേയാണ് ഉഷുവയ്യ. അന്റാർട്ടിക്ക യാത്രയ്ക്കുള്ളവർ ഏറ്റവും കുറഞ്ഞത് 2 ദിവസമെങ്കിലും നേരത്തെ ഇവിടെ എത്തണം. ഇവിടുത്തെ സാഹചര്യങ്ങളുമായി പൊരുത്തപ്പെടാനും മാനസികമായി തയ്യാറെടുക്കാനും വേണ്ടിയാണിത്. തുറമുഖത്ത് നിരനിരയായി കിടക്കുന്ന എക്സ്പെഡീഷൻ കപ്പലുകൾ കാണാം. അവയിൽ ചിലത് ചെറുതും ലളിതവുമാണ്, മറ്റു ചിലത് ആധുനികവും ആഡംബരപൂർണവും. കപ്പൽ ഏതായാലും ഇവിടെയുള്ള എല്ലാവരും ഒരേ വികാരമാണ് പങ്കിടുന്നത്: അറിയാനിരിക്കുന്നതിൻ്റെ ആകാംക്ഷ. അന്റാർട്ടിക്ക ക്രൂയിസ് സാധാരണ ലക്ഷറി ക്രൂയിസുകൾ പോലെയല്ല. അവ എക്സ്പെഡീഷൻ വോയേജസ് ആണ്. ബോർഡിങ്ങിന് മുൻപ് നിർബന്ധിതമായ ഒരു സേഫ്റ്റി ബ്രീഫിംഗ് ഉണ്ട്. പോളാർ റൂൾസ്, വന്യജീവികളോടുള്ള പെരുമാറ്റച്ചട്ടങ്ങൾ, എമർജൻസി പ്രൊസീജിയേഴ്സ് എന്നിവ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരും. പിന്നീട് നിങ്ങളുടെ കപ്പലാണ് നിങ്ങളുടെ ലോകം. അവയ്ക്കുള്ളിൽ കംഫർട്ടബിൾ ക്യാബിൻസ്, ഒബ്സർവേഷൻ ഡെക്കുകൾ, ലെക്ചർ റൂംസ്, ശാസ്ത്രജ്ഞർ, ചരിത്രകാരന്മാർ, പോളാർ ഗൈഡ്സ് എന്നിവരടങ്ങുന്ന ഒരു ടീം എന്നിവയെല്ലാം ഉണ്ടാകും. ഈ ഗൈഡുമാർ വെറും ടൂർ ഗൈഡുകളല്ല. അവർ അന്റാർട്ടിക്കയിലെ അനുഭവസമ്പന്നരായ അന്റാർട്ടിക്ക വെറ്ററൻസ് ആണ്. ഇത്തരം കഠിനമായ സാഹചര്യങ്ങളിൽ ജീവിക്കുകയും ജോലി ചെയ്യുകയും അതിജീവിക്കുകയും ചെയ്തവർ. കപ്പൽ ഉഷുവയ്യ വിടുമ്പോൾ നാഗരികതയുടെ അവസാന അടയാളങ്ങളും പതുക്കെ അപ്രത്യക്ഷമാകും. മൊബൈൽ സിഗ്നലുകൾ നിലയ്ക്കും, ഇന്റർനെറ്റ് ദുർബലമാകും. പെട്ടെന്ന് നിങ്ങൾ വളരെ നിസ്സാരനാണെന്ന് നിങ്ങൾക്ക് തോന്നി തുടങ്ങും. ആദ്യത്തെ വെല്ലുവിളി ഡ്രേക്ക് പാസേജ് ആണ്. തെക്കേ അമേരിക്കയ്ക്കും അന്റാർട്ടിക്കയ്ക്കും ഇടയിലാണ് ഭൂമിയിലെ ഏറ്റവും വലിയ കൊടുങ്കാറ്റുകൾ വീശുന്ന ഡ്രേക്ക് പാസേജ്. ഇതിലൂടെ കടന്നു പോകുമ്പോൾ ഭയം മാത്രമാണ് നമ്മെ വഴികാട്ടുക. അറ്റ്ലാന്റിക്, പസഫിക്, സതേൺ സമുദ്രങ്ങൾ സംഗമിക്കുന്ന ഇടമാണ് ഡ്രേക്ക് കടലെടുക്ക്. കൊടുങ്കാറ്റിൽ തിരമാലകൾ 10 നില കെട്ടിടങ്ങളെക്കാൾ ഉയരത്തിൽ ആഞ്ഞടിക്കും. നാവികർ പറയാറുണ്ട്, നിങ്ങൾ ഡ്രേക്ക് മുറിച്ചു കടക്കുകയല്ല, ഡ്രേക്ക് നിങ്ങളെ കടക്കാൻ അനുവദിക്കുകയാണ് ചെയ്യാറ്. ചിലപ്പോൾ ഡ്രേക്ക് ഷേക്ക്, മറ്റു ചിലപ്പോൾ ഡ്രേക്ക് ലേക്ക്. ഡ്രേക്ക് പാസേജ് കടന്നുള്ള യാത്ര ഏകദേശം 2 ദിവസമെടുക്കും. സാഹചര്യങ്ങൾ എന്തു തന്നെയായാലും ഈ യാത്ര അനിവാര്യമാണ്. പാസേജ് കടക്കുന്നതോടെ ചക്രവാളത്തിൽ നിങ്ങൾ ഐസ്ബർഗ് കണ്ടു തുടങ്ങും.
അന്റാർട്ടിക്ക ദർശനം തന്നിരിക്കുന്നു. അന്റാർട്ടിക്കയുടെ ആദ്യ കാഴ്ച മറക്കാനാവാത്തതാണ്. കടലിൽ നിന്ന് കുത്തനെ വെളുപ്പിലും കറുപ്പിലും മലകൾ ഉയർന്നു നിൽക്കുന്നു. ഹിമപാളികൾ ശില്പങ്ങളെപ്പോലെ ഒഴുകി നടക്കുന്നു. ഇവിടുത്തെ നിറങ്ങൾ അതിശയകരമാണ്. മുൻപ് കണ്ടിട്ടില്ലാത്ത തരം നീല നിറമുള്ള കടൽ. ഐസ്ബർഗിന്റെ സാന്നിധ്യമാണ് കാരണം. മഞ്ഞും പാറയും വെള്ളവും ആകാശവും മാത്രം. മനുഷ്യർ കേവലം സന്ദർശകർ മാത്രമായ ഒരേയൊരു ഭൂഖണ്ഡമാണിത്. പാസേജ് കടക്കുന്നതോടെ തന്നെ കപ്പലിന്റെ വേഗത കുറയും. കപ്പലിലെ ചെറുബോട്ടുകളായ സോഡിയാക് ബോട്ടുകൾ തയ്യാറാകും. ദശലക്ഷക്കണക്കിന് വർഷങ്ങളായി സ്പർശിക്കപ്പെടാത്ത ഒരു ഭൂഖണ്ഡത്തിൽ നിങ്ങൾ കാലുകുത്താൻ പോവുകയാണ്. കിങ് ജോർജ് ഐലൻഡ്, ഡിസപ്ഷൻ ഐലൻഡ്, ഹാഫ് മൂൺ ഐലൻഡ്, ലിവിങ്സ്റ്റൺ ഐലൻഡ്, ഇവയിൽ ഏതെങ്കിലും ഒന്നിലാകും നിങ്ങൾ ആദ്യം കാലുകുത്തുക. ഇത് ഓരോ രാജ്യത്തിന്റെയും ലാൻഡിംഗ് അനുമതിയും കാലാവസ്ഥയും അനുസരിച്ചിരിക്കും. അന്റാർട്ടിക്കയിലെ ഓരോ ലാൻഡിംഗും നിയന്ത്രിതവും പരിമിതവുമാണ്. ഒരു സമയം 100 പേരിൽ കൂടുതൽ കരയിൽ കയറാൻ പാടില്ല. അവിടെയുള്ള ജീവിവർഗങ്ങളെ സ്പർശിക്കരുത്. ഒരു കല്ല് പോലും അവിടെ നിന്ന് എടുക്കരുത്. അന്നത്തെ ആക്ടിവിറ്റി ആ ലാൻഡിങ്ങോടെ തീരും. കപ്പലിലെ ക്രൂയിസിന്റെ സ്വഭാവമനുസരിച്ച് നിരവധി വിനോദങ്ങൾ വേറെയും ഉണ്ടാകും. പിറ്റേന്ന് പെൻഗ്വിനുകളെ കാണാനുള്ള യാത്രയാണ്. സൗത്ത് ഷെറ്റ്ലാൻഡ് ഐലൻഡ്സ് ആണ് അന്റാർട്ടിക്കയിൽ തന്നെ ഏറ്റവും അധികം പെൻഗ്വിനുകളുള്ളത്. എങ്കിലും നിങ്ങളുടെ കപ്പൽ നങ്കൂരമിട്ടിരിക്കുന്ന തീരത്തിനനുസരിച്ച് സോഡിയാക് ബോട്ടുകൾ നിങ്ങളെ മറ്റു ദ്വീപുകളിലേക്കും കൊണ്ടുപോകാം. അതീവ ജാഗ്രതയോടെ കരയിൽ നടക്കുക. പതിയെ ആയിരക്കണക്കിന് പെൻഗ്വിനുകൾ കൺമുന്നിലേക്കെത്തും. ജെൻറ്റു, ചിൻസ്ട്രാപ്പ്, അഡലി എന്നീ ഇനങ്ങൾ അവർ ഒട്ടും ഭയമില്ലാതെ നടന്നു വരുന്നു. ഉറക്കെ കലഹിക്കുന്നു. നിങ്ങളെ പൂർണ്ണമായും അവഗണിക്കുന്നു. ലിയോപാഡ് സീലുകൾ വെള്ളത്തിനടിയിലൂടെ ശാന്തമായി എന്നാൽ നിരീക്ഷിച്ചു നീങ്ങുന്നു. കടലിൽ തിമിംഗലക്കൂട്ടങ്ങൾ ഉണ്ടാകും. അവ കാണാൻ സോഡിയാക് ബോട്ടുകൾ കരയിൽ അല്പം അകലെയായി തമ്പടിക്കും. ഒരു ചെറിയ ഹൈക്കിങ്ങും പെൻഗ്വിൻ വാച്ചുമായി അന്നത്തെ ദിവസം അവസാനിക്കും. അടുത്ത ദിവസം അന്റാർട്ടിക്കയിലെ ഏതെങ്കിലും ഒരു റിസർച്ച് സ്റ്റേഷൻ കാണാനുള്ള യാത്രയാണ്. മിക്കവാറും ചിലെ, അർജന്റീന, സ്പെയിൻ തുടങ്ങിയ രാജ്യങ്ങളുടെ സ്റ്റേഷനിലാവും പോവുക. ഇവയാണ് ഇത്തരം അനുമതികൾ നൽകുന്നതിൽ അല്പം അയവ് കാണിക്കാറുള്ളത്. ഈ യാത്രയിൽ നിങ്ങൾ അന്റാർട്ടിക്കയിലെ പോസ്റ്റ് ഓഫീസുകൾ കാണും. ഗവേഷണ പ്രവർത്തനങ്ങൾ ചോദിച്ച് മനസ്സിലാക്കും. മിക്കവാറും ഏതെങ്കിലും ഒരു റിസർച്ച് സ്റ്റേഷനിലാകും അന്നത്തെ ഉച്ചഭക്ഷണം. കപ്പലിലും പുതിയ അറിവുകളും ആഘോഷവുമുണ്ട്. കാലാവസ്ഥ, അന്റാർട്ടിക്കയിലെ ജീവിവർഗങ്ങൾ, ചരിത്രം എന്നിവയെക്കുറിച്ചുള്ള എക്സ്പെർട്ട് ലെക്ചേഴ്സ്, ഡെക്കിൽ നിന്നുള്ള വൈൽഡ് ലൈഫ് സ്പോട്ടിംഗ്, ലോകമെമ്പാടുമുള്ള സഹയാത്രികരുമായുള്ള സംഭാഷണങ്ങൾ തുടങ്ങിയവ. അന്റാർട്ടിക്കയിൽ വർഷത്തിന്റെ ഭൂരിഭാഗവും സൂര്യൻ അസ്തമിക്കാറില്ല. അർദ്ധരാത്രിയിൽ നിങ്ങൾ ഡെക്കിൽ നിന്ന് സുവർണ വെളിച്ചത്തിൽ ഐസ് ഒഴുകി നടക്കുന്നത് കാണുന്നു. ഫോണില്ല, നോട്ടിഫിക്കേഷനുകളില്ല, തിരക്കുകളില്ല. നിശബ്ദതയും പൊളിഞ്ഞടരുന്ന ഹിമാനികളുടെ ഇടയ്ക്കിടെയുള്ള ഹുങ്കാര ശബ്ദവും മാത്രം. 4 ദിവസം ഹിമാനികളെ കൂടുതൽ അടുത്ത് കാണാനുള്ള ടൂറുകളാണ്. അവയ്ക്ക് മുകളിലൂടെ നടക്കാം. കുറച്ച് അഡ്വാൻസ്ഡ് ക്രൂയിസ് ആണെങ്കിൽ ഹെലികോപ്റ്റർ ലാൻഡിംഗ് അടക്കം ഗ്ലേസിയറുകളിൽ നടത്താം. കാലാവസ്ഥാ വ്യതിയാനം മിഥ്യയല്ലെന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെടും. മടക്കയാത്ര വ്യത്യസ്തമായി തോന്നും. നിങ്ങൾ തളർന്നിട്ടുണ്ടാകും, പക്ഷേ സംതൃപ്തനായിരിക്കും. നിങ്ങൾ സന്ദർശിച്ച് തിരിച്ചു പോകുന്നത് ഒരു ചെറിയ ഇടത്തു നിന്നല്ല, അത് ഭൂമിയുടെ കാൽപാദമാണ്. ഈ ഗ്രഹത്തിന്റെ മുഴുവൻ കാലാവസ്ഥയെയും അതിജീവനത്തെയും നിർണ്ണയിക്കുന്ന ഭൂഖണ്ഡമാണ്.